90 കാലഘട്ടത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഈ ശനിയാഴ്ച 20-ാം തീയതി ഡിസംബർ 20-ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുകയാണ്. ശൃംഗാരി മേളത്തിന്റെ അകമ്പടിയോടെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്ന ആ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ MLA എന്നെ നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാസർഗോഡിന്റെ കലക്ടർ ശ്രീ K ഇമ്പശേഖര IAS, പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട, ഡോക്ടർ കാതൽ മാങ്ങാട്, ഡോക്ടർ പ്രസാദ്, പ്രസിദ്ധ യുവനടി പാർവതി, അതുപോലെ തന്നെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ പ്രമോദ് രാമൻ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുട്ടികളിൽ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഈ മഹാമേള സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. അതിന്റെ ഒരു നാടകം ഞങ്ങൾ ഈ വേദിയിൽ ഉണ്ടായിരിക്കും. തുടർന്ന് 16 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചിത്രരചന കളറിംഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതും രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈകുന്നേരം പ്രമുഖ TV താരങ്ങളായ നസീർ, സംക്രാന്തി, പോൾസൺ, ബാസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സൂപ്പർ കോമഡി ഷോ ഉണ്ടാവും. വ്യാഴാഴ്ച 4 മണിക്ക് കാസർഗോഡ് GHS സ്കൂളിൽ വെച്ചിട്ട് വിളംബര ജാഥ നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. കോളേജിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ച കാസർഗോഡ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ GHS എന്നറിയപ്പെടുന്ന സ്കൂളിന്റെ പരിസരത്ത് നിന്ന് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങുന്ന ഈ ജാഥ തിരിച്ച് എയർലൈൻസ് വഴി കാസർഗോഡ് GHSൽ അവസാനിക്കും. ഇതാണ് പ്രത്യേകിച്ചിട്ട് അറിയിക്കാനുള്ള ഇന്നത്തെ വിഷയം. താങ്ക് യു. 100 മുതൽ 2000 വരെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുടുംബമായിട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതില് ഒരു വട്ടം കൂടിയുടെ അവരും കൂടി ഞങ്ങളെ സീനിയേഴ്സ് ആണ്. കാരണം 90 ബാച്ചിന്റെ മുമ്പിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. ഒരു വട്ടം കൂടിയാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. എല്ലാ ക്ലാസ്സിലും അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം വെച്ചാല് 1957 തുടങ്ങിയതാണ് ഗവൺമെന്റ് കോളേജ്. 30 കുട്ടികൾ വെച്ചിട്ടാണ് അന്ന് തുടങ്ങിയത്. ആ ബാച്ചിൽ ഇന്ന് അവശേഷിക്കുന്ന 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേശവ് ഭട്ടും, ദുർഗാ ഹൈസ്കൂളിന്റെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള അരവിന്ദാക്ഷൻ മാഷ്. അപ്പം കേശവ് ഭട്ട് അദ്ദേഹം വരാം എന്ന് വെച്ചിട്ടുണ്ട്. അരവിന്ദ മാഷ് പിന്നെ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതയുണ്ട്, എന്നാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 വ്യക്തികളെ കൂടി ഞങ്ങളൊന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഇതിൽ പ്രധാനമായിട്ടും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങള് പ്രൊഫസർ മാധവ് പണിക്കർ, ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രിൻസിപ്പളായ മാധവ് പണിക്കരെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത്. ആ വേദിക്ക് ഞങ്ങള് മാധവ് പണിക്കർ നഗർ എന്നുള്ള പേര് നൽകിയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ നൽകിയ പേരാണ് മാധവ് പണിക്കർ നഗർ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ നോട്ടീസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പൊ കണ്ടു. CH കുഞ്ഞമ്പു എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. കാരണം പ്രിന്റിംഗിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്. പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് നമ്മുടെ ഇതിലുണ്ട്. അവരെല്ലാവരെയും നമ്മൾ ഏകദേശം നമുക്ക് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. അധ്യാപകരെയും അതുകൂടാതെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഓൾമോസ്റ്റ് എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പ്രായാധിക്യം കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തവരങ്ങനെയുണ്ട്. കാരണം ഒരുപാട് വർഷങ്ങളായില്ല, നമ്മൾ തന്നെ ഇപ്പൊ കോളേജ് വിട്ടിട്ട് 35 വർഷത്തിൽ കൂടുതലായി. അപ്പൊ അവര് നമ്മൾ പഠിപ്പിച്ച സമയത്തായെങ്കിൽ ഏകദേശം 75-80+ ആയിരിക്കും. പക്ഷെ അതിലും നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് വരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവര് സമ്മതം നൽകിയിട്ടുണ്ട്. പ്രമോദ് നമ്മുടെ ബാച്ചാണ്. ഞാൻ മാത്സിലായിരുന്നു, അദ്ദേഹം ജിയോളജിയിലായിരുന്നു. പ്രമോദ് ഞങ്ങള് പിന്നെ അപ്പം സ്റ്റുഡന്റ് എഡിറ്റർ ആയിരുന്നു.
മെയിൻലി ഒരു RPF ബാംഗ്ലൂർ സെക്യൂരിറ്റി കമ്മീഷണർ KP ജെയിംസ്, കാലിക്കറ്റ് സർവകലാശാല മുൻ രജിസ്ട്രാർ പ്രൊഫസർ അബ്ദുൽ മജീദ്, പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലം, മുൻ അഡീഷണൽ DC ഓഫ് പോലീസ് K അഷ്റഫ്, കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും അമരക്കാരൻ, കേരള കർണാടക സംസ്ഥാനങ്ങളിൽ ഫുട്ബോൾ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച PC ആസിഫ്, സർ ഖാദർ മാങ്ങാട്, മുൻ വൈസ് ചാൻസലർ കണ്ണൂർ. ഇത്തരം പ്രധാനപ്പെട്ട വ്യക്തികൾ ഞങ്ങളുടെ മുൻ ഓൾ സ്റ്റുഡൻസിന്റെ ഉൾപ്പെട്ടവരെ കൂടി ഞങ്ങൾ യോഗത്തിൽ ആദരിക്കുന്നു. ഈ ഒരു വട്ടം കൂടിയുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ടാവും. ഒരു വട്ടം കൂടിയിൽ 85 വരെയാണ് ഈ ഒരു വട്ടം കൂടി നേരത്തെ ചെയ്തിരുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, അവര് ആ ഗ്രൂപ്പിലുണ്ട്. 85ലാണ് ഈ കംപ്ലീറ്റഡ് 85ലാണ്. അതാണ്. ഇത് മാത്രമല്ല വരുന്ന 2 MLA-മാരും നമ്മുടെ ഓൾ സ്റ്റുഡന്റ് ആണ്. ഈ MLA 2 പേരും നമ്മുടെ ഓൾ സ്റ്റുഡന്റ് ആണ്. അവരുണ്ട്. അല്ല, ആ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇത്രയും പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ക്യാമ്പസിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ക്യാമ്പസ് ഞങ്ങൾ ആദ്യം ഈ ഒരു വട്ടം കൂടി എന്നുള്ള പ്രോഗ്രാമിൽ കൂടിയിട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു ഉത്തേജനം ഫസ്റ്റ് വന്നത്. പിന്നെ ഈ മയക്കുമരുന്നിനെതിരെ വിദ്യാർത്ഥികൾക്ക് ഒരു മെസ്സേജ് നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. കോളേജിന് ഞങ്ങൾ നൽകാനാണ്. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ നല്ല രീതിയിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാമിൽ വീണ്ടും ഞങ്ങൾ കോളേജിന് ആവശ്യമായ കാര്യങ്ങൾ, ഗവൺമെന്റ് കോളേജിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് ഗവൺമെന്റിൽ നിന്നാണ്. പക്ഷെ ഞങ്ങൾ അതിനുശേഷം ഒരു വ്യക്തമായ തീരുമാനം മീറ്റിംഗോടുകൂടി എല്ലാവരും കൂടി ചേർന്ന് എടുക്കാം എന്നുള്ള തീരുമാനം. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നമുക്കതിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് മീറ്റിംഗിന് ശേഷം ഞങ്ങളതിന് ഏകദേശം ഒരു 4 ലക്ഷം രൂപ വരുന്ന ഒരു ആവശ്യങ്ങൾ അവിടെ ഗവൺമെന്റ് കോളേജിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രിൻസിപ്പലായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് അതിനുശേഷം വരുന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ആയതിനു ശേഷം മാത്രം നമ്മളത് വ്യക്തമാക്കി നൽകാമെന്നുള്ളതാണ് വിഷയം. നിങ്ങളോടൊപ്പം നിങ്ങൾ കൂടി പത്രപ്രവർത്തകർ ഈ കാര്യത്തില് പ്രത്യേകം നിങ്ങള് ദൈനംദിനമായിട്ട് നിങ്ങൾ ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് സമൂഹത്തിനോട് കാണിക്കേണ്ടത്. കാരണം നിങ്ങൾ ഗവൺമെന്റിനെ ഉണർത്തിക്കേണ്ടതും ബാക്കിയുള്ള സമൂഹത്തിനെ ഉണർത്തിക്കേണ്ടതും നമ്മുടെ ഒരു കർത്തവ്യമായി നിങ്ങളെ ഏറ്റെടുക്കുക. ഞങ്ങളും അതിന് തയ്യാറാണ്. മെയിന്റനൻസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്ത്. ഞാൻ കണ്ട പലതുണ്ട്. കാരണം വെച്ചാല് ഞാൻ പറയാൻ കാരണം കാസർഗോഡിലെ ആദ്യത്തെ ക്രിക്കറ്റ് അമ്പയർ ഞാനാണ്. ഇപ്പോഴും ലൈഫ് മെമ്പറാണ് അസോസിയേഷൻ ഓഫ് ക്രിക്കറ്റ് അമ്പയർസ് ആൻഡ് സ്കോഴ്സസ് സസെക്സ് യുണൈറ്റഡ് കിങ്ഡം. ഇവിടെ ഉള്ള ഒരു പ്രശ്നം നോ മെയിന്റനൻസ്, ആരും ഏറ്റെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം സ്പോർട്സിൽ ഇവിടെ ഉള്ളത്. ഇവിടെ കാണിച്ചത് ഞങ്ങൾ സിന്തറ്റിക് ടർഫ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം ലോറി അതിന്റെ മുകളിൽ കയറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നമുക്ക് എത്ര ചെയ്താലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നത് വസ്തുതയാണ്, തെളിയിക്കപ്പെട്ടതാണ്. അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കൂല. കൂടാതെ നമ്മളിപ്പോ കോളേജിന്റെ ജീവിതം കഴിഞ്ഞിട്ട് നമുക്ക് 35-40 വർഷങ്ങളായി. സോ ഓൾമോസ്റ്റ് ആൾക്കാരിപ്പോ ഒരു ഒഫീഷ്യലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ റിട്ടയർമെന്റ് സ്റ്റേജിലാണുള്ളത്. അപ്പൊ അതിൽ ഭൂരിഭാഗവും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളതാണ്. ചെറിയ വിഭാഗം ബിസിനസ്സുകാരാണ്. ഈ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നുള്ളത് ചെറിയ വിഭാഗം ബിസിനസ് ആൾക്കാരെയാണ്. അതുകൂടാതെ അവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഈ ഏജിന്റെ പ്രോബ്ലങ്ങൾ, കാരണം റിട്ടയർമെന്റ് പീരീഡിലാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇതിനെ സഹകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു വട്ടം കൂടി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ റിട്ടയർഡ് പീപ്പിൾ ദേ ക്യാൻ വർക്ക് ഈസിലി. പക്ഷെ നമുക്ക് എല്ലാവരും ഓഫീസ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പോലുള്ളവര് ഞങ്ങളെ ജൂനിയേഴ്സ് ആണ്. നിങ്ങളും ഈ പോലുള്ള കൂട്ടായ്മക്ക് ഈ പറയുന്ന കാര്യത്തിൽ മുൻകൈ എടുത്തു കഴിഞ്ഞാല്, ഞങ്ങളോടൊപ്പം കൂടിക്കഴിഞ്ഞാല് നമുക്ക് കോളേജിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കത് സഹകരിച്ച് തന്നെ ചെയ്യാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും ഇനി മോർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അപ്പൊ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നാളെ ഞങ്ങളുടെ വിളംബര ജാഥയുണ്ട്. അതിന്റെ കവറേജ് നിങ്ങൾ ചെയ്യാനും നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നാൽ വളരെയധികം സന്തോഷമാണ്. പ്രോഗ്രാമിന് രാവിലെ തൊട്ടാണ് നമ്മുടെ പ്രോഗ്രാം. 10 മണിക്കാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. 10:30 കൂടി നമ്മൾ ഒഫീഷ്യൽ പരിപാടി ആരംഭിക്കും.
കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്തു തീർക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നല്ല നിറഞ്ഞ സദസ്സോടു കൂടി ചെയ്യാനാണ്. എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാ സഹകരണവും ആവശ്യമാണ്. താങ്ക് യു.